ഹായ് മച്ചാമാരെ. അപ്പോൾ മമ്മൂട്ടിയുടെ പ്ലേൻ്റെ ഇടിയും ജെയ്സൺ ജോസിൻ്റെ ത്രില്ലറും മറ്റേ ടർബോയും തലൈവറും OTT റിലീസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ തൊട്ട് ലൈക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് ഇട്ടാക്കും. അപ്പോൾ എന്താണെന്നല്ലേ നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ജെയ്സൻ്റെ ത്രില്ലറാണ്. അപ്പം ടർബോ OTT റിലീസ്. ടർബോ എല്ലാവരും കാത്തിരിക്കുന്ന OTTയിലാണ്. അപ്പം ടർബോ എന്ന സിനിമ മമ്മൂട്ടിയുടെ ഇതാണ്, ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ടർബോ എന്ന മൂവിക്കകത്തുനിന്ന് മമ്മൂട്ടി വരുന്നത്. അപ്പോൾ എന്നാണ് റിലീസ് എന്ന് വെച്ചാൽ നമ്മുടെ സോണി ലൈവ് എന്ന സിനിമയിലാണ് നമ്മുടെ ടർബോ OTT റിലീസാകാൻ പോകുന്നത്. അപ്പോൾ മമ്മൂട്ടി, നമ്മുടെ ബിന്ദു പണിക്കരി അവരൊക്കെ അവർക്കൊരു കഥാപാത്രമായ ടർബോ മൂവി. അപ്പോൾ ആ ടർബോ നല്ലൊരു പടമാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അല്ലാതെ ഒരു നമുക്ക് ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയില്ല. അപ്പം നല്ലൊരു പടമാണ്. OTT വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും കാണും ഗൈസ്. നല്ല പടമാണ്. അപ്പോൾ രണ്ടാമത്തെ പടം എന്ന് വെച്ചാൽ തലൈവൻ. മമ്മൂട്ടിയല്ല, പോയി വിജു മേനോനും ആസിഫ് അലിയും കൂടെ ചേർന്നത് ഒരു ത്രില്ലർ മൂവിയാണ് ജെയ്സൺ ജോസ് എടുത്തിരിക്കുന്നത്. അപ്പം ജെയ്സൺ ജോസ് എടുത്തിരിക്കുന്ന നല്ല ത്രില്ലർ മൂവിയാണ്, നല്ല പേടിപ്പെടുത്തുന്ന ഒരു മൂവിയും കൂടെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ OTT റിലീസിന് സോണി ലൈവാണ് മേടിച്ചിരിക്കുന്നത്. സോണി ലൈവ് എന്ന് വെച്ചാൽ നമ്മുടെ ടർബോ മൂവി മേടിച്ചിരിക്കുന്ന അതേ ഇതിലാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം അത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒന്നെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോ വന്നിരിക്കാം. അതിൻ്റെ ഡേറ്റ് ഞാൻ കൺഫേം ആയിട്ടില്ല. കൺഫേം ആക്കിയിട്ട് ഞാൻ പറയാം അതെന്നാന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ടർബോ നല്ലൊരു ആക്ഷൻ, ഈ തലൈവൻ നല്ല ത്രില്ലറും കൂടെ വരുമ്പോൾ സൂപ്പറായിരിക്കും. അത് രണ്ടും ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും? പൊളിയല്ലേ ഗൈസ്, നല്ല പൊളിയാണ്. രണ്ടും ഒരുമിച്ച് വന്നാൽ പൊളി തീർന്നു. അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോ കാണാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയാണ്. അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തൊട്ട് ലൈക്ക്. പിന്നെ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. എന്നെ യെസ് എന്ന അല്ല നോ എന്ന ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, അടുത്ത വീഡിയോൻ്റെ